ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. വെറും ഡേ ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ, ഒരു ക്വാറൻറ്റൈൻ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മൾ ക്വാറൻറ്റൈൻ ചെയ്യുന്നത് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ തന്നെയാണ് കേട്ടോ. 14 ദിവസം ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു റൂട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. നേരത്തെ കിടക്കും, നേരത്തെ എഴുന്നേൽക്കും. ബാംഗ്ലൂരിൽ ആകെ തലതിരിഞ്ഞ ഒരു റൂട്ടീനായിരുന്നു. വളരെ നേരം വൈകിട്ടാണ് കിടക്കുക, വളരെ നേരം വൈകിട്ടാണ് എണീക്കുക. അപ്പോൾ ഇവിടെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പണി എന്ന് പറയുന്നത് നമ്മുടെ തുണി അലക്കിയിടുക എന്നുള്ളതാണ്. ഒരു വാഷിംഗ് മെഷീനോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ തലേദിവസം ബക്കറ്റിൽ നനച്ച് വെക്കും. പിറ്റത്തെ ദിവസം രാവിലെ എഴുന്നേറ്റാൽ അത് കഴുകിയിടുക എന്നുള്ളതാണ് ആദ്യത്തെ ഡ്യൂട്ടി. അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിടുക എന്നുള്ളതാണ്. ക്വാറൻറ്റൈൻ ആണെങ്കിലും നമ്മൾ എല്ലാ വാതിലുകളും ജനലുകളും ഒക്കെ തുറന്നിടണം. അതുപോലെ തന്നെ നമുക്ക് ബാൽക്കണിയിൽ ഇരിക്കാം. അപ്പുറത്തെ വീട്ടുകാർക്ക് ഒരിക്കലും ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ബാൽക്കണിയിൽ ചെന്നിരിക്കാം, ജനലുകൾ തുറന്നിടാം. ഒരു ഫ്രഷ് എയർ കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ചീത്ത എയറുകൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് പോകും വേണം. നല്ല എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് അവർ പറയണത്. അപ്പോൾ ഇത് ഞങ്ങൾ ജനലുകളൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഇപ്പം കാണുന്നത് താഴത്തേക്കുള്ളൊരു ഫോൺ വിളി കേട്ടോ. പാല് കൊണ്ടുപോയോ, ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളാണ്. ഇത് സ്ഥിരം ഇവനാണ് ചെയ്യാറ്. അപ്പം നമ്മൾ ഈ തൂക്കുപാത്രം താഴെ കോണി ഇറങ്ങുന്ന അവിടെ തന്നെ ഒരു മാശ ഇട്ടിട്ടുണ്ട്, അവിടെ കൊണ്ടുവയ്ക്കും. അപ്പം നമ്മുടെ പാല് അതിലേക്ക് ഒഴിച്ച് തരികയാണ് ചെയ്യുക മമ്മി. പിന്നെ മമ്മി അവിടെ നിന്ന് പോയതിന് ശേഷം ഒരു കോൾ ചെയ്യും. അപ്പം നമ്മൾ പോയി എടുക്കും. പാലുപാത്രം വെച്ചതിന് ശേഷമാണ് ഇവൻ്റെ പല്ല് തേപ്പൊക്കെ നടക്കുക. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ദോശമാവാണ്. ദോശ നമുക്ക് ഉണ്ടാക്കണം. ചട്നി ഉണ്ട്, അതുപോലെ തന്നെ പാലും ഉണ്ട്. അപ്പോൾ അത് താഴെ അവിടെ വെച്ച് പോവും. പിന്നീട് നമ്മൾ കോൾ ചെയ്യുമ്പോൾ അവരവിടുന്ന് പോയതിന് ശേഷം നമ്മൾ പോയിട്ട് എടുക്കുകയാണ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ ക്വാറൻറ്റൈൻ കിച്ചൺ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ മമ്മിയും ഡാഡിയും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ കിച്ചൺ മുഴുവൻ. ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബെഞ്ച്. ആ ബെഞ്ചിൻ്റെ മുകളിൽ അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണം പാകം ചെയ്യാനുള്ള വെള്ളം, അതുപോലെ തന്നെ പീലർ, അങ്ങനത്തെ സാധനങ്ങൾ, കട്ടിംഗ് ബോർഡ്, അത്യാവശ്യം വേണ്ട സ്പൂണുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ മിക്സി വെച്ചിട്ടുണ്ട്. പിന്നെ ആ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിൽ മുട്ട കേട്ടോ. പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാന്, ഒരു ചീഞ്ചട്ടി, പിന്നെ അത്യാവശ്യം പഞ്ചസാര, ചായപ്പൊടി, ഉപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, എണ്ണ, അങ്ങനത്തെയൊക്കെ. പിന്നെ ഒരു TV സ്റ്റാൻഡ് പഴയതായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പഴയ സ്റ്റൗവും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഈ ചുവന്ന ബേസിൻ നമ്മുടെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് അത് കൊണ്ടുപോയി കഴുകിയാൽ മതിയല്ലോ. പിന്നെ ഈ ഷോക്കേസിൽ ഞാൻ എൻ്റെ ഫുഡ് ഐറ്റംസും പാത്രങ്ങളൊക്കെ വെച്ച് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി വീണ്ടും കഴുകിയ പാത്രങ്ങളൊക്കെ താഴത്തോട്ട് ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഉച്ചത്തേക്കുള്ള പാത്രങ്ങളാണ്. അപ്പോൾ അതിപ്പോൾ തന്നെ അവിടെ കൊണ്ടുപോയി വയ്ക്കും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഒരാളിത് അവിടെ ഗെയിം കളിക്കുന്നുണ്ട്, മറ്റാൾ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ പണിക്ക് കയറി. നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ ഒരുപാട് വലുതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ള ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്ന് ഗവൺമെൻറ് ഫ്രീ ആയി കൊടുക്കുന്ന മെഡിസിൻസാണ്. പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന മെഡിസിൻസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ നമ്മളെ ആദ്യം തന്നെ വിളിച്ച് കൺഫേം ചെയ്തു നിങ്ങൾക്ക് കഴിക്കാൻ സമ്മതമാണോ എന്ന്. അതിന് ശേഷം നമ്മുടെ പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്ത് കൊടുത്തു വിടുകയാണ് ചെയ്തത്.
ഒരാൾക്ക് ഒരു പാക്ക് എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 5 തരം മെഡിസിൻസ് ഉണ്ട്. അതെങ്ങനെയാണ് കഴിക്കേണ്ടത്, എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒക്കെ വ്യക്തമായിട്ട് ഒരു ലിസ്റ്റും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഗാർഗിൾ ചെയ്യാനും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കാനും അങ്ങനെയുള്ള ഒരു 5 തരം മെഡിസിൻസ് അതിലുണ്ടായിരുന്നു. നാട്ടിലെത്തിയ അന്ന് മുതൽക്ക് തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഹെൽത്തിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല സഹകരണമായിരുന്നു. ഒരു വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് പറയാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൗൺസിലിംഗ് വേണമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ നല്ല സഹകരണമായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ പണി എന്നുള്ളത് ഈ വേസ്റ്റൊക്കെ ഒന്ന് കെട്ടി വെക്കുക, അത് താഴെ കൊണ്ട് വയ്ക്കുക, പിന്നെ അടിക്കുക, തുടയ്ക്കുക, നമ്മുടെ സാധാരണ രാവിലത്തെ എല്ലാ പണികളും ചെയ്യുക. അപ്പോൾ ഉച്ചയായിട്ടോ. അപ്പോൾ വീണ്ടും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല സാമ്പാറും ബീട്രൂട്ട് ഉപ്പേരിയും പപ്പടമൊക്കെ ഉണ്ടെന്ന് മമ്മി വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഉച്ചത്തെ ഫുഡ് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങും. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഇവിടെ ഇരുന്നായിരുന്നു. അതിരുന്ന് ചീഞ്ഞു പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതാണിത്. അപ്പോൾ ജോക്കുട്ടി എന്താ ഉറക്കത്തിൽ നിന്ന് എണീക്കണേ ഉള്ളൂ. നല്ല ചൂടാട്ടോ, നല്ല മഴയുണ്ട്, പക്ഷെ നല്ല ചൂടുമുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞു, സുന്ദരക്കുട്ടനാവാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ 4 മണിത്തെ ചായക്കടി വന്നു. ഇതാ പഴംപൊരിയാണ്. മമ്മി നല്ല ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് നമുക്ക് കൊടുന്നു തന്നിരിക്കുന്നത്. അപ്പോൾ ചായക്കടിയൊക്കെ കഴിഞ്ഞ് ഇതാ ഇവിടെ പഠിപ്പ് തുടങ്ങി. നല്ല മടിയാട്ടോ, കുറേ നാളായിട്ട് ഞാൻ ഒന്നും എഴുതിക്കാത്തതുകൊണ്ട് നല്ല മടിയാണ് ഇപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട്. പഠിപ്പും കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി രാത്രിക്കുള്ള പരിപാടിയാണ്. അപ്പോൾ രാത്രിക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിന്നറായിരിക്കാം. അപ്പോൾ അതെന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓട്സിൻ്റെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. ജോഹൻ കളയോ? അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞു, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അതിന് ശേഷം നമ്മൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടും പാലിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ താഴെ ഇറക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്ഥിരമുള്ള പരിപാടിയാണ്, ഒരു ക്ലീനിങ് പരിപാടിയാണ്. ജൊഹാൻ്റെ എല്ലാ ടോയ്സും ക്ലീനിങ് ആണ്. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഒരു ക്വാറന്റൈൻ ഡേ ഇൻ മൈ ലൈഫ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം ഇനി ഉറങ്ങാൻ പോവുകയാണ്. അപ്പം അതിന് മുമ്പുള്ള പരിപാടിയാണ് ഈ ഗെയിം കളി. എന്ത് ട്രക്ക്? എത്ര രൂപയ്ക്ക് മേടിച്ച്? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ക്വാറന്റൈൻ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ സൂക്ഷിക്കുക. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം അതേപടി ക്ലിയർ ചെയ്തിട്ട് പാലിക്കുക. അപ്പോൾ ഹാപ്പി ആൻഡ് സേഫ് ക്വാറന്റൈൻ.